ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലില്ലോസ് വ്ളോഗ്. എൻ്റെ സൗണ്ട് കുറവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിപ്പെട്ടൊരു പൂരമാണ് കേട്ടോ. ഏച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കീഴാറ്റൂർ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. അപ്പോൾ അവിടുത്തെ പൂരമാണ് കേട്ടോ ഇത് കാണുന്നത്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചത്. ആ പന്തുകളൊക്കെ മുകളിൽ ഉള്ള അതില്ലേ, അതിൻ്റെ പന്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ നടുക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 22-ാം തീയതി ലേണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സിഗ്നൽ ഉണ്ട് അതിൽ. അത് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ശ്രദ്ധിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. അതാണ് ഇപ്പോൾ പറയാൻ കാരണം. ശിങ്കാരമേള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അവിടുന്ന് ആസ്വദിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വേഷം കിട്ടിയത് കാണാൻ. വോയിസൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക, ഭയങ്കര നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല സെറ്റായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനെ കാളവരവാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇങ്ങനെ വേഷം കെട്ടും, പക്ഷേ ഇതൊക്കെ പുതുതായിട്ടൊക്കെ തോന്നി. ഇപ്പോൾ 2024 ഫസ്റ്റത്തെ പൂരം കണ്ട് ഞാൻ അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ്. സോ ഹാപ്പി. പിന്നെന്താണ്, മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വേഷം കിട്ടിയത്. ഞാനിങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ആളിങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു തന്നു വീഡിയോ എടുത്തപ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അവിടെ വില കുറവാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടത്തെയൊക്കെ സംബന്ധിച്ച് അവിടെ ഇങ്ങനെ ഫാൻസി സാധനങ്ങളൊക്കെ വില കുറവായിരുന്നു. അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ എടുത്തു. എനിക്കൊന്നും എടുത്തില്ല കേട്ടോ. മോൾക്ക് കുറച്ച് സാധനങ്ങളെടുത്തു. പിന്നെ നൈബേഴ്സ് ഉണ്ടായിരുന്നു, അവരും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇത് കഴിക്കണം എന്ന് പറഞ്ഞു, പാനിപൂരി മസാല. അങ്ങനെ അത് കഴിച്ചു. എനിക്ക് ആകെ ഒന്ന് മാത്രമേ കിട്ടിയുള്ളൂ. 2 പ്ലേറ്റും അവളെടുത്ത് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് പാലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കടയുടെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവിടെ നിന്നൊരു ചേച്ചി പറയും ഇത് പാലമരമാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ കമൻറ്റ് പറയുക കേട്ടോ. പാലമരം എന്ന് കേൾക്കുമ്പോഴത്തേന് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, ഈ യക്ഷി, പഴയ കാലത്തൊക്കെ യക്ഷി എന്നൊക്കെ പറയില്ലേ, അതിനെ താളച്ചണ് എന്നൊക്കെ പറയില്ലേ. അപ്പം ചോദിച്ചു അയ്മ ചേച്ചി ആണി കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ കുറച്ച് കമൻറ്റൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മറന്നത്. ഒക്കെ ചുറ്റി കണ്ടു, പക്ഷേ ഞാൻ ആനനെ കാണാൻ മറന്നു. 7 ആനയാണ് നടുക്ക് തടം പറ്റിയിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാം അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് മോളാക്കിയിട്ട് ഞങ്ങൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവൾക്ക് ആനേനെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ നല്ല തിരക്കാണ്. നല്ല തിരക്ക് പറഞ്ഞാൽ എന്താണ്, ഒരു പൊടി വീഴാൻ പോലും സ്ഥലമില്ലാത്ര അങ്ങനെയും തിരക്കാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ട് റിസ്ക്കാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ആനനെ കാണാന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആനനെ എന്തായാലും പോയി കാണും വേണം. അങ്ങനെ ഞാൻ ചാടിത്തുള്ളി പോയിട്ട് ഞാനൊരു ചേച്ചിയുടെ കൈ പിടിച്ച് വേഗം ഓടിയിട്ട് പോയിട്ട് വീഡിയോ എടുത്താണ്ടത്. അത് ഭയങ്കര രസമായിരുന്നു. ആനനൊക്കെ കണ്ട് 2-3 ആൾക്കാരെ കാലൊക്കെ ഞാൻ ചവിട്ടി. ഞാൻ ഹീലുള്ള ചെരുപ്പാട്ടിരുന്നത്. ഭഗവാനെ, എന്നെ എത്ര തോന്നെ പ്രാഗീണെന്നാവും അവരൊക്കെ. തിരക്കിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുന്ന സമയത്ത് 2-3 ചേച്ചിമാരെ കാലിലൊക്കെ ചവിട്ടി. നല്ല രസമായിരുന്നു കേട്ടോ ആനനെ. പക്ഷെ ഞങ്ങളെ നാട്ടിലൊന്നും ഇത്ര തോന്നെ ആന ഉണ്ടാവില്ല കേട്ടോ. തിടം പറ്റാൻ ഒരാന മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതുവരെ 7 ആനയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണെന്നിങ്ങനെ മഞ്ഞളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. വീണ്ടും കാണുന്നവരെയും നന്ദി, നമസ്കാരം. ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് കോമഡി ആയിക്കോട്ടെ വിചാരിച്ച് കുറച്ച് എല്ലാവരും പറഞ്ഞു കുറച്ച് കോമഡിയൊക്കെ ആഡ് ചെയ്ത് തുടങ്ങി. പക്ഷെ എത്ര ആയിട്ടൊന്നും സക്സസ് ആവുന്നില്ല. ടാറ്റ.